മലയാളത്തിന് അകത്തും പുറത്തും ഒരാമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ശ്രീ സച്ചിദാനന്ദൻ. കവി, നിരൂപകൻ, അക്കാദമിഷ്യൻ, പത്രാധിപൻ, വിവർത്തകൻ, ആക്ടിവിസ്റ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ അരനൂറ്റാണ്ടിലേറെ കാലമായി നിറസാന്നിധ്യവും കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കൂടിയായ ശ്രീ സച്ചിദാനന്ദനാണ് ഇത്തവണ സോൾ സൈസിലെ അതിഥി. സച്ചി ഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജനിച്ചതൊരു നാട്ടിൻ പുറത്തായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒരു കവിയാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. കവിയായി എന്ന് ഞാൻ പറയുകയല്ല, പക്ഷെ കവിയാകാനുള്ളൊരു ശ്രമം പോലും ഞാൻ നടത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് നാട്ടിൻപുറത്ത് ജീവിക്കുമ്പോൾ ആ നാട്ടിൻപുറത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ഒട്ടും ബോധവാനായിരുന്നില്ല. എല്ലാ കുട്ടികളെയും പോലെ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ കുളത്തിൽ കുളിക്കുക, തോട്ടിലൂടെ നടന്നു വരിക, വയൽ കടന്ന് ഈ സ്കൂളുകളിലേക്ക് പോവുക, വളരെ സാധാരണ പ്രൈമറി സ്കൂളിലും ഒരു മാനേജ്മെൻറ്റിൻ്റെ അപ്പർ പ്രൈമറി സ്കൂളിലും പിന്നീട് കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിൽ തോണി കടന്നു പോയിട്ട് ബോയ്സ് ഹൈസ്കൂളിലും അന്ന് പാലമില്ല ഒക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലം മൊത്തം ഏതാണ്ട് കൗമാരം വരെയുള്ള ഒരു കാലം എങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒന്നാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് വളരെ സുന്ദരമായ ഗ്രാമമായിരുന്നുവെന്നും അവിടെ ധാരാളം ജലസ്രോതസ്സുകളുണ്ടായിരുന്നു, ധാരാളം പക്ഷികളുണ്ടായിരുന്നു, ധാരാളം പഴങ്ങളും വൃക്ഷങ്ങളും ചെടികളും ഉണ്ടായിരുന്നു എന്നെല്ലാം ഇപ്പം എനിക്ക് ബോധ്യം വരുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയോ പ്രകൃതിയോടുള്ളൊരു അടുപ്പം എന്നിൽ നിറച്ചു. ഒരു വേഡ്സ്വർത്തിനെ പോലെയുള്ള ഒരു ആഭിമുഖ്യമൊന്നും അല്ലെങ്കിൽ പോലും ഇന്ന് വരെ എൻ്റെ കവിതയിൽ ആ പ്രകൃതിയുടെ ഒരു സാന്നിധ്യം ധാരാളമായിട്ടുണ്ട്. അവസാനം എഴുതുമ്പോൾ തിരിച്ച് കേരളത്തിൽ വന്നിട്ട് എഴുതിയ കവിതകളിൽ ഉൾപ്പെടെ ഈ വൃക്ഷങ്ങളും പക്ഷികളും മൃഗങ്ങളും ഇതൊക്കെ എൻ്റെ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്, മനുഷ്യർ മാത്രമല്ല. അവരോട് കാരണം എൻ്റെ അമ്മ മരങ്ങളോട് സംസാരിക്കുമായിരുന്നു, പശുക്കളോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത് കവിതയിലും ആ തരത്തിലുള്ളൊരു സംസാരം ഉണ്ടെന്നാണ്. ഈ അവനവനോടുള്ളൊരു സംഭാഷണമുണ്ട്, മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണമുണ്ട്, അതേസമയം ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായിട്ടുള്ളൊരു സംഭാഷണമുണ്ട്. ഒപ്പം തന്നെ ഒരു പക്ഷേ വളരെ അത് ഒരു ഉദാത്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ പ്രപഞ്ചവുമായിട്ടുള്ള സംഭാഷണമുണ്ട്. നമ്മൾ ആരാണ്, നമ്മളെവിടെ നിന്ന് വന്നു, ഈ അനന്തതയുടെ അർത്ഥം എന്താണ്, നമ്മൾ ഈ വലിയ ഒരു നക്ഷത്രയൂഥത്തിനിടയ്ക്ക് എവിടെയാണ് നമ്മളുടെ സ്ഥാനം മുതലായിട്ടൊരു ആലോചന, ഇതെല്ലാം കവിതയുടെ ഒരു അനിവാര്യമായ ഭാഗമാണ്. ഒരു പക്ഷേ ഏത് കവിയിലും ഈ തരത്തിലുള്ള പല മാനങ്ങൾ അല്ലെങ്കിൽ പല ദിശകൾ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിലേക്ക് എന്നെ ആദ്യം നയിച്ചത് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രകൃതിയുമായിട്ടുള്ളൊരു വളരെ സ്വാഭാവികമായ താതാത്മ്യം എന്ന് തന്നെ പറയാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ നാട്ടിൻപുറത്ത് സാധാരണക്കാരായ മനുഷ്യർ, കൃഷിക്കാർ, അവിടെയുള്ള തൊഴിലെടുക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഒരു വളരെ ആഴത്തിലുള്ള അവരുമായിട്ടൊക്കെ ഉള്ള ആഴത്തിലുള്ള ബന്ധം എൻ്റെ കവിതയെയും എൻ്റെ രൂപീകരണത്തെയും ഒക്കെ തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇവരൊക്കെ സാധാരണ വീട്ടിൽ വരുന്ന ആളുകൾ, ഞാനും അവരുടെ ഇടയിൽ ഒരാളെപ്പോലെയാണ് സ്വയം കഴിഞ്ഞിരുന്നത് പലപ്പോഴും. എനിക്ക് എല്ലാ തരത്തിലുള്ള കൃഷിപ്പണികളും അറിയാം. വയലിലെ ജോലി ചെയ്യുന്നത്, സാധാരണ വീട്ടിൽ ഞങ്ങളുടെ വളപ്പിലാണ് എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും തടമെടുക്കുന്നതും ആരോടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കർഷക പശ്ചാത്തലം എന്ന് വേണമെങ്കിൽ അത് പറയാം. അത് എനിക്ക് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അവസാനം വരെ എൻ്റെ മനസ്സിൽ ആ ഒരു കർഷകനും ഒരു ഗ്രാമീണനും ഒക്കെ ആയ മനുഷ്യൻ നിലനിന്ന് പോന്നിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ കാലത്താണ് നമ്മളുടെയൊക്കെ വായനയും എഴുത്തും തുടങ്ങുന്നത്. എഴുത്തെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഗൗരവമായിട്ടുള്ള എഴുത്തൊന്നുമല്ല. ഇന്ന് ഞാനതിന് വലിയ കവിതയായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഏതാണ്ട് 6ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ് ആദ്യത്തെ കവിതയൊക്കെ എഴുതുന്നത്. ആദ്യം എഴുതിയ കവിത ഈയാമ്പാറ്റകൾ എന്ന് പറഞ്ഞൊരു കവിതയാണ്. മനുഷ്യൻ്റെ നശ്വരതയെ പറ്റിയുള്ളൊരു കവിതയാണ്. 11 വയസ്സായ കുട്ടി ഒരിക്കലും എഴുതാൻ പാടില്ലാത്തതോ എഴുതണ്ടാത്തതോ ആയൊരു കവിതയാണെന്ന് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് വായിക്കുന്ന കവിതകളുടെ സ്വാധീനമാണ്. ആശാൻ്റെയൊക്കെ കവിതകളാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ആദ്യത്തെ കവിതകളിലും പലതിലുണ്ടായിരുന്നു. പിന്നെ ഒരു കാളവണ്ടിക്കാരൻ്റെ കഥ പറയുന്ന ഒരു നെരേറ്റീവ്, ഒരു ആഖ്യാന കവിത, ഇതൊക്കെയാണ് ആദ്യമായിട്ട്. അത് അന്നത്തെ കയ്യെഴുത്ത് മാസികകളുടെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ കാലത്ത്. കയ്യെഴുത്ത് മാസികകളിൽ അച്ചടിച്ച് വരും. ഞങ്ങൾക്ക് നാട്ടുപുറത്ത് 2 ലൈബ്രറികളുണ്ടായിരുന്നു. ഒരു
കലാകുസുമം എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആശാൻ സ്മാരക വായനശാല, കുറേ കൂടി സമൃദ്ധമായൊരു വായനശാലയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ വാസ്തവത്തിൽ ആദ്യമായിട്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ മാത്രമല്ല ഈ പരിഭാഷകളിലൂടെ അന്ന് ലഭ്യമായിരുന്ന എഴുത്തുകാരെയൊക്കെ വായിക്കുന്നു. നോവലുകളായാലും കവിതകളായാലും ഒക്കെ. ടാഗോറിനെ വായിക്കുന്നു, അല്ലെങ്കിൽ താരാശങ്കറിനെ വായിക്കുന്നു, ഈ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായെ വായിക്കുന്നു, ബങ്കിം ചന്ദ്രനെ വായിക്കുന്നു, മറ്റേ ശരചന്ദ്രനെ വായിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട്, പ്രത്യേകിച്ച് ബംഗാളിയിൽ നിന്ന്, പിന്നെ യശ്പാലിനെ പോലെ പ്രേംചന്ദിനെ പോലെയുള്ള ഹിന്ദിയിൽ നിന്നൊക്കെയുള്ള നോവലിസ്റ്റുകളുടെ പരിഭാഷകൾ കിട്ടാവുന്ന, പിന്നെ ആ കാലത്ത് ചില ജാപ്പനീസ് എന്നുള്ള ചില കവിതകളൊക്കെ പരിഭാഷപ്പെടുത്തി വന്നിരുന്നു. അങ്ങനെ കവിതയിലും കഥയിലും നോവലിലും ഒക്കെയുള്ള ഒരു ആദ്യത്തെ വായനയുടെ സുഖം എനിക്ക് ലഭിക്കുന്നത് ഈ കുമാരനാശാൻ വായനശാലയിൽ നിന്നാണ്. അതിലൊരാളോട് എനിക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. അദ്ദേഹം പിന്നീട് വലിയൊരു രാഷ്ട്രീയ നേതാവൊക്കെ ആയിട്ട് മാറി, MLA ആയി, മന്ത്രിയായി, VK രാജൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ VK രാജനായിരുന്നു ആ ലൈബ്രറി നടത്തിയിരുന്നത്. വൈകുന്നേരം അദ്ദേഹം പകൽ മുഴുവൻ വേറെ എന്തൊക്കെ ജോലികൾ ചെയ്യും, അല്ലെങ്കിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുക, അതൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം വന്നിട്ട് ലൈബ്രറി തുറക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുട്ടികൾ കുറച്ച് പേര് അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും ആദ്യം താല്പര്യം ചോദിക്കും, പിന്നീട് എന്താണ് വായിക്കേണ്ടതെന്ന് നമ്മളോട്, വായിക്കാൻ കൊള്ളാവുന്നത് എന്താണെന്ന് പറയുകയും കാണിച്ചു തരികയും ചെയ്യും. അങ്ങനെ ഒരു ഗൈഡൻസ് രാജനിൽ നിന്ന് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആ കാലത്ത് ചില പ്രത്യേക അധ്യാപകരെ എനിക്ക് ഓർമ്മയുണ്ട്. അലിക്കുഞ്ഞു മാഷ്, രാഘവ മാഷ്, സുബ്രഹ്മണ്യം മാഷ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സ്കൂളിലെ അധ്യാപകർ. ഇവരൊക്കെയാണ് എൻ്റെ വായനയ്ക്കൊരു ദിശ തന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ പിൽക്കാല രൂപീകരണത്തിലും ചിന്തയിലും ഒക്കെ വലിയ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കോളേജിൽ പോകുന്നു, ക്രൈസ്റ്റ് കോളേജിൽ ആണ് ഞാൻ പഠിച്ചത്. പിന്നീട് കുറേ കാലം അവിടെ പഠിപ്പിക്കുകയും 23 വർഷം അവിടെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ കോളേജും എൻ്റെ ഒരു രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചു. കാരണം കുറേ കൂടി വലിയൊരു വായനശാല അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ മലയാളത്തിൽ വായിച്ച പലതും ഒറിജിനലിലല്ല, പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ഇപ്പോൾ ഡോസ്റ്റോയ്സ്കിയെ പോലെ, അല്ലെങ്കിൽ ടോൾസ്റ്റോയെ പോലെയൊക്കെയുള്ള എഴുത്തുകാരെ, പുറത്തുള്ള മോപ്സാങ്, ബെൽസൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകാരെയൊക്കെ ഇംഗ്ലീഷ് പരിഭാഷകളിൽ വായിക്കുന്നു. ആ കാലത്തുണ്ടായ ഏറ്റവും പ്രധാന സ്വാധീനം പക്ഷേ 3 പുസ്തകങ്ങളുടെയാണ്. ഒന്ന് ബൈബിളിൻ്റെ, മറ്റൊന്ന് ബുദ്ധൻ്റെ ധർമ്മപദയുടെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ആ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുള്ള ധർമ്മപദയുടെ പൊതുവെ ബുദ്ധ ഒരു ആശയങ്ങളുടെയും ഒരു സ്വാധീനം. മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ മലയാള പരിഭാഷ. ഇത് 3ഉം പുറമേ നോക്കിയ ബന്ധമില്ലെന്ന് തോന്നും. ഒരുപക്ഷെ ഇതൊക്കെ വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് ഇന്നെന്ന് പോലും പറയാം. പക്ഷേ ഇതിൽ 3ലും ഇപ്പോഴും ഞാനതിൽ പൊതുവായ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഒരു ബൈബിളിലെ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള സങ്കല്പം പിന്നീട് വിമോചന ദൈവശാസ്ത്രകാരന്മാരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഭൂമിയിൽ തന്നെ സാധിക്കേണ്ട നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സ്വർഗത്തെ പറ്റിയുള്ള സങ്കല്പമാണ് വാസ്തവത്തിൽ. അപ്പോൾ ബൈബിള് അധ്വാനിക്കുന്നവർക്ക് കൈമാറപ്പെട്ട ഒരു പുസ്തകമാണ് വിമോചന ദൈവശാസ്ത്രജ്ഞരായിട്ട് പല ആളുകളും പറയുന്നുണ്ട്. കാമിലോ തോറെ അങ്ങനെയുള്ള ആളുകളൊക്കെ. അതുപോലെ ബുദ്ധനാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ അഹിംസ, കാരുണ്യം, ഉപേക്ഷ, മൈത്രി, ഇങ്ങനെയുള്ള അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുകയും ജീവിതത്തെക്കുറിച്ച് വളരെ പുതിയൊരു വളരെ മാനുഷികമായൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും വാസ്തവത്തിൽ അത് വായിക്കുമ്പോഴേക്കും ഞാൻ ഇത് രണ്ടും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാൻ കണ്ടത് ഈ തരത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാവരും തുല്യരാകുന്ന, മതമോ ജാതിയോ വർഗമോ ആ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകം സൃഷ്ടിക്കാനുള്ള അതിൻ്റെ ഒരു എന്താ ബ്ലൂ പ്രിൻ്റ് ആയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലുള്ളൊരു പുസ്തകത്തെ ഞാൻ കാണുന്നത്. ഇത് ജീവിതത്തിൽ ഉടനീളം ഈ പുസ്തകങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ട് പിന്നീട് ഞാൻ ഖുറാൻ വായിക്കുന്നുണ്ട്, ഗീത വായിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 സ്വാധീനങ്ങൾ പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ അടിസ്ഥാനപരമായി തന്നെ എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് പ്രധാനമായിട്ട് ക്രൈസ്റ്റ് കോളേജിൽ സംഭവിക്കുന്നു. പിന്നെ മഹാരാജാസ് കോളേജിൽ എത്തുമ്പോഴേക്കും ഞാൻ കവിയായിട്ടൊക്കെ കുറേശ്ശെ അറിയപ്പെടാൻ തുടങ്ങി. കുറേശ്ശെ പുറത്തുള്ള മാസികകളിൽ, ഈ കോളേജ് മാസികകളിലല്ലാതെ ഉള്ള മാസികകളിൽ വന്നു. അന്ന് 2 മാസികകൾ പുറത്തുനിന്ന് വരുന്നത് പ്രധാനമായിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന്. ഒന്ന് ജയകേരളം എന്ന് പറഞ്ഞ മദിരാശിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു അപ്പുക്കുട്ടി ഗുപ്തൻ നടത്തിയിരുന്നൊരു മാസികയുണ്ട്. മറ്റൊന്ന് വിശാല കേരളം എന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്ന് ഉണ്ടായിരുന്ന, അവിടെ കുറേ കവികളൊക്കെ ഉണ്ടായിരുന്നു. പാപ്പനംകോട്ട് പ്രഭാകരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ. പിന്നീടാണ് തിലകനൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ആ കാലത്ത് ഉള്ള വിശാല കേരളം, ഇതിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അതുപോലെ അന്ന് കൊല്ലത്ത് ഇറങ്ങുന്ന ജനയുഗം വാരിക, അതിലും ആ കാലത്ത് ചില കവിതകൾ ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കാലത്ത് അതിലൊക്കെ കവിതകൾ വരാൻ തുടങ്ങി.
അപ്പോൾ MA-ക്കുള്ള പഠനം, അപ്പോൾ MA ആകുമ്പോഴേക്കും ഞാൻ സാഹിത്യം പഠിക്കുകയാണ് എനിക്ക് വേണ്ട തീരുമാനമായിരുന്നു. അതിനു മുമ്പ് ഞാൻ പഠിച്ച സയൻസ് ആയിരുന്നു. ഞാൻ BSc ബയോളജി ആണ് പഠിച്ചത്. അതിൻ്റെ കൂടെ കെമിസ്ട്രിയും പിന്നെ കുറച്ച് ഫിസിക്സും പഠിച്ചു. ഡോക്ടർ ആവണമെങ്കിൽ ഫിസിക്സും പഠിക്കണം എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു വെക്കേഷനിൽ മുഴുവൻ ഫിസിക്സും പഠിച്ചു. പക്ഷേ ഞാൻ ആ പരീക്ഷ എഴുതിയില്ല, എൻട്രൻസ് പരീക്ഷ ഒന്നും എഴുതാൻ പോയില്ല. അപ്പോഴേക്കും എനിക്ക് തോന്നി ഇത് ശരിയാവുന്നതല്ല. ഞാൻ ഡോക്ടറായാൽ ഒരുപാട് ആളുകൾ മരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനെങ്കിലും ഞാൻ ഡോക്ടറാകാതിരിക്കുന്നതാണ് ലോകത്തോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പിന്നീട് ഈ സാഹിത്യം പഠിക്കാനൊക്കെ തീരുമാനിച്ചു. ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിച്ച. മലയാള സാഹിത്യം നമുക്ക് വായിച്ചുണ്ടാക്കാമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം അപ്പോഴേക്കും വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ പോയി. അത് മഹാരാജസിൽ വീണ്ടും വേറൊരു പുതിയ ലൈബ്രറിയിലേക്കുള്ള പ്രവേശം കൂടിയായിരുന്നു, പുതിയൊരു വായനാ ലോകത്തേക്കുള്ള പ്രവേശം. ആ കാലം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചും വളരെ പ്രധാനമായൊരു കാലമായിരുന്നു. നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആധുനികത എന്ന് പറയുന്ന, ഇപ്പം എനിക്ക് വാസ്തവത്തിൽ അത്തരത്തിൽ ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ലേബലുകൾ. പക്ഷേ താൽക്കാലികമായി അത് ആവശ്യമാണ്. ഒരു കാലത്ത് നിന്നുള്ളൊരു വിച്ഛേദം രേഖപ്പെടുത്താൻ നമുക്ക് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പേര് പറയണം. ആധുനികത എന്നോ അല്ലെങ്കിൽ ഉത്തരാധുനികത എന്നോ, അതെവിടം വരെ എത്തുന്ന അറിഞ്ഞൂടെ. അങ്ങനെ പറഞ്ഞു പോയ എന്തോ ഒരു അസുഖമൊക്കെയാന്ന് തോന്നുന്നു, ഉത്തരാധുനികത എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എങ്കിലും അധ്യാപകർക്ക് അത് ആവശ്യമാണ്, നിരൂപകർക്ക് ആവശ്യമാണ്. സാധാരണ വായനക്കാർക്ക് പോലും ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു കാലങ്ങളെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭാവുകത്വ മാറ്റങ്ങളെ, ഭാഷയുടെ മാറ്റങ്ങളെ ഒക്കെ അടയാളപ്പെടുത്താൻ അത്തരം ലേബലുകൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അത് സ്ഥിരമായി നിൽക്കേണ്ട ലേബലുകളാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം ഞാൻ മുതിരും തോറും, പ്രായമാവും തോറും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്ന എഴുത്തുകാരാരാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെ ജീവിച്ചവരോ ഒന്നും മാത്രമല്ല. ഞാൻ അടുത്ത കാലത്ത് തന്നെ കബീറിൻ്റെ ഒക്കെ നമുക്കറിയാം. ഈ കോവിഡ് കാലത്ത് ഞാൻ പ്രധാനമായിട്ട് ചെയ്തത് അങ്ങനെ കുറേ പരിഭാഷകളായിരുന്നു. ബുള്ളേ ഷായുടെ സൂഫി കവിതകൾ, കബീറിൻ്റെ കവിതകൾ, തുക്കാറാമിൻ്റെ കവിതകൾ, പിന്നെ അങ്ങനെ അനേകം കവികളെ ചേർന്ന് മറ്റൊരു സമാഹാരം, ഇങ്ങനെയുള്ള. അപ്പം അങ്ങനെ കാരണം ഈ മനുഷ്യർ എന്നോട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് എന്നുള്ള തോന്നലാണ്. കാരണം അവർ ഈ മതത്തിൻ്റെ ഈ ബാഹ്യാചാരങ്ങളുള്ള മതത്തിൻ്റെ അർത്ഥശൂന്യതയെ പറ്റി പറയുന്നു. അവർ ജാതിയുടെയും വർണ്ണത്തിൻ്റെ അർത്ഥശൂന്യതയെ പറ്റി പറയുന്നു, മനുഷ്യരുടെ സമത്വത്തെ പറ്റി പറയുന്നു. ആചാരങ്ങളെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ ആത്മാവ് നമുക്ക് എന്തിനെങ്കിലും വിശേഷിപ്പിക്കാമെങ്കിൽ അങ്ങനെ ഒന്നിലേക്ക് സഞ്ചരിക്കുന്നു. അതിന് വേണമെങ്കിൽ മതത്തിൻ്റെ നൈതിക മൂല്യങ്ങൾ എന്ന് പറയാം. ആ നൈതിക മൂല്യങ്ങളിലേക്ക് കാര്യമായിട്ട് സഞ്ചരിക്കുന്നു. ആ രീതിയിൽ ഇങ്ങനെ മതത്തിൻ്റെ അത് തുടങ്ങിയ കാലത്തെ മൂല്യങ്ങളിലേക്ക്, അത് നമ്മൾ ക്രിസ്തുവിലേക്ക് മടങ്ങുന്നു അല്ലെങ്കിൽ മുഹമ്മദിലേക്ക് മടങ്ങുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ്. പിന്നീട് വന്ന മതത്തിൻ്റെ ഏച്ചുകെട്ടുകളൊക്കെ മാറ്റിക്കളഞ്ഞ് അതിൻ്റെ നഗ്നമായ നൈതികമായ കാതലിലേക്ക് പോകുന്ന പോലെ ആണ്. അപ്പോൾ ഈ കവികൾ ചെയ്തത്, ഈ ഭക്തി കവികളും സൂഫി കവികളും അതിലധികം പേരും ചെയ്തത് ഈ തരത്തിൽ മതത്തിൻ്റെ പിന്നീട് വന്നുപെട്ട അതിലത്തെ ആചാരങ്ങളും അഴുക്കുകളും അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞ് അവയുടെ കാതലിലേക്ക്, ഇപ്പോൾ ഇസ്ലാമിലാണെങ്കിൽ അതിൻ്റെ സാഹോദര്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ അതിൻ്റെ ചാരിറ്റി എന്ന് പറയുന്ന എല്ലാവരും സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഇങ്ങനെ ഓരോ മതത്തിനും അതിൻ്റെതായ സവിശേഷ ഒരു മൂല്യ സംഹിതയുണ്ട്. അതിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ തരത്തിലുള്ള കവികൾ ചെയ്തത്. അത് ഞാൻ പറയാൻ കാരണം, പറഞ്ഞു വന്നത് ഇങ്ങനെയായിരുന്നു. അതായത് ഞാൻ മഹാരാജ് പഠിക്കുന്ന കാലം ഈ ആധുനികത എന്നറിയപ്പെടുന്ന, മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലമായിരുന്നു. കാരണം TS എലിയറ്റൊക്കെ എഴുതിയത് വളരെ മുമ്പാണ്. എങ്കിലും മലയാളത്തിൽ അത് എത്തുന്നത് ഏതാണ്ട് ഒരു 60കളുടെ അവസാനം ഒക്കെയാണ്. അയ്യപ്പപ്പണിക്കരുടെ കുരുക്ഷേത്രം പോലുള്ള കവിതകൾ വരുന്നു. അപ്പോഴേക്കും ഡൽഹിയിൽ നിന്നുള്ള ഒരു തലമുറ മുഴുവൻ എഴുത്തുകാർ ആധുനികമായ ഫിക്ഷൻ, നോവലും കഥയും സൃഷ്ടിക്കുന്നു. അന്ന് എല്ലാവരും ഡൽഹിയിലാണ്. മുകുന്ദൻ വിജയൻ, കാക്കനാടൻ, MP നാരായണപിള്ള, ഇങ്ങനെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ സക്കറിയ ഉൾപ്പെടെ ഉള്ള ഒരുപാട് ആളുകൾ ഡൽഹിയിലായിരുന്നു. ഒരുപക്ഷെ നഗരവുമായിട്ടുള്ളൊരു ആഭിമുഖീകരണം, അവിടെ അവരനുഭവിച്ച ഈ നഗരത്തിൻ്റെ തിരക്കിനുള്ളിൽ അവരനുഭവിച്ച ഏകാന്തത, ഇതൊക്കെ ആയിരിക്കണം ആ മനുഷ്യരെ പ്രത്യേകിച്ചും ഈ ഒരു ആധുനികതയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ കവിതയെ സംബന്ധിച്ച് അങ്ങനെ ആവണമെന്നില്ല. കവിതയിലെ പുതുമയുണ്ടാക്കിയ പല ആളുകളും കേരളത്തിൽ തന്നെ ജീവിച്ച ആളുകളായിരുന്നു. കക്കാട്, പക്ഷെ അപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കക്കാടൊക്കെ ഈ കോഴിക്കോട് പോലുള്ളൊരു നഗരത്തിൽ ന്യൂയോർക്കോ അല്ലെങ്കിൽ പാരീസോ ഒക്കെ കണ്ടു എന്ന്. കാരണം നഗരാനുഭവമായിട്ട് തന്നെയാണ് അവർ കണ്ടത്. കാരണം വളരെ ഉൾനാടുകളിൽ ജനിച്ച ആളുകളായി, കക്കാടൊക്കെ ഉള്ളിലുള്ള ഒരു നാട്ടിൽ
നാട്ടിൻപുറത്ത് മനയിൽ ജനിച്ച ആളാണ്. അയാൾ കോഴിക്കോട് വരുമ്പോൾ അയാൾക്ക് ഒരു അത്ഭുത ലോകമാണ്. അപ്പോൾ ആ വിസ്മയത്തിൻ്റെ ഡിഗ്രിക്ക് വ്യത്യാസം ഉണ്ടാവാമെങ്കിലും അപ്പോൾ ഏരിയറ്റിൽ ലണ്ടനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ അത്രയും തീവ്രമായിരിക്കണം എന്നില്ല. പക്ഷേ എങ്കിലും അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായൊരു ലോകം, ധാരാളം ആളുകളും തിരക്കും ബഹളവും ഒക്കെയുള്ള മറ്റൊരു ലോകം, ആളുകൾ തമ്മിലുള്ള ബന്ധം ഗ്രാമത്തിലെ പോലെ ശക്തമല്ലാത്ത ഒരു 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 ലോകം, താൻ അന്യനാണോ എന്ന് സംശയിപ്പിക്കുന്ന ഒരു ലോകം. ഇത് ഇവരുടെയൊക്കെ മുമ്പിൽ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനോടുള്ളൊരു പ്രതികരണം പോലെയാണ് ഒരുപക്ഷെ മലയാളത്തിലെ ആധുനികതയൊക്കെ കണ്ടത്. ആ ഒരു കാലത്താണ് ഞാൻ MA പഠിക്കുന്നത്. അയ്യപ്പ പണിക്കരെ ആദ്യമായിട്ട് കാണുന്നു, മഹാരാജാസ് കോളേജിൽ വരുന്നു. വേറെ അപ്പോൾ കേരള കവിത എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. അതിൽ ഞങ്ങൾ കുറേ അപ്പോഴേക്കും ഞാൻ പഠിപ്പ് കഴിഞ്ഞ് കോളേജിലെത്തി, വരുമാനം എന്ന് വേണമെങ്കിൽ വിളിക്കാം അതിന്. കാരണം ആ കാലത്ത് 450 രൂപ വരെയാണ് ലെക്ചറർ ശമ്പളം. അതിൽ നിന്ന് 200 രൂപ വരെ ഞങ്ങൾ എടുത്തിട്ടാണ് കേരള കവിത എന്ന് പറയുന്നത് 20 ആൾ ഒരു കവിത ക്വാർട്ടർലി തുടങ്ങുന്നത്. അപ്പോൾ അതിലാണ് എൻ്റെ പല പ്രധാനപ്പെട്ടതെന്ന് പിന്നെ വിളിക്കപ്പെട്ട പല കവിത, അഞ്ചു സൂര്യൻ മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് കവിതകൾ കേരള കവിതയിലാണ് വന്നത്. ഞാൻ പരിഭാഷകൾ വളരെ ചെറുപ്പത്തിലേ ആരംഭിച്ചിരുന്നു കവിതയോടൊപ്പം തന്നെ. ഞാൻ ഈ ഹൈസ്കൂളിലുള്ളപ്പോഴാണ് ഈ ഖലീൽ ജിബ്രാൻ്റെ ചില സാധനങ്ങൾ ചെയ്തു. ഒമർ ഖയ്യാമിൻ്റെ റൂബായിയാത്തിൽ ഒരുപാട് റൂബായികൾ, അത് പലതും ശ്ലോകത്തിലൊക്കെയാണ് ചെയ്തത്. പക്ഷേ അതൊരു ഇപ്പം ഞാനതിനെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടേ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ. ആ കാലത്തെ പരിഭാഷകളിലുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. കവിതയിലുള്ള താല്പര്യം പോലെ തന്നെ പരിഭാഷകളുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം കവിത ഇല്ലാത്ത കാലത്ത് ഞാൻ എന്നെ കവിയായി നിലനിർത്തുന്നത് പലപ്പോഴും ഈ പരിഭാഷകളിൽ കൂടെ ഇപ്പോഴും. അപ്പോൾ അത് തുടർന്നു പോകുന്നു ജീവിതത്തിൽ മുഴുവനും. ആ പരിഭാഷ ചെയ്യുന്നൊരു സമ്പ്രദായം തുടർന്നു. പക്ഷെ അതിനൊരു ദിശ കിട്ടിയതും ശക്തി കിട്ടിയതും വാസ്തവത്തിൽ ഈ കേരള കവിതയുടെ കാലത്താണ്. അപ്പോൾ അയ്യപ്പ പണിക്കരൊക്കെ ചിലപ്പോൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിക്കും. എനിക്കിപ്പോൾ ഷേരിൽ അൻവർ എന്ന് പറഞ്ഞ ഇന്തോനേഷ്യൻ കവിയുണ്ട്. ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്ത. അപ്പോൾ ഇന്തോനേഷ്യൻ കവിതയുടെ ഒരു സമാഹാരം അയച്ചു തരുന്നു. അതിൽ ഈ അൻവറിൻ്റെ കവിതകൾ വായിച്ചു നോക്കൂ, അത് ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് അത് ആയിരുന്നു താനും. അത് തർജ്ജമ ചെയ്യുന്നു. സെസാർ വയഹോവിൻ്റെ കവിതകൾ തർജ്ജമ ചെയ്യുന്നു. ഒരുപാട് കവിതകൾ ആ കാലത്താണ് ഞാൻ പരിഭാഷപ്പെടുത്തുന്നത്. ചിലപ്പോൾ നിർബന്ധത്തിന് വഴങ്ങി. പിന്നീട് ഞാൻ സ്വയം തന്നെ കവികളെ കണ്ടെത്തി തർജ്ജമ ചെയ്യാൻ തുടങ്ങി കേരള കവിതയ്ക്ക് വേണ്ടി. സ്പിഗ്ന്യൂ ഹെർബർട്ട് എന്ന് പറയുന്ന വലിയ പോളിഷ് കവിയുണ്ട്. ഒരു നർമ്മം കലർത്തിയ തത്വചിന്ത എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച്. അങ്ങനെയുള്ള കവിതകൾ പരിഭാഷ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് പരിഭാഷ എൻ്റെ കാവ്യജീവിതത്തിൻ്റെ ഒരു വളരെ സ്വാഭാവികവും അനിവാര്യവും ജൈവവുമായിട്ടുള്ളൊരു ഭാഗമായിട്ട് മാറുന്നത്. അത് ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ, നിങ്ങൾക്കറിയാം ഇപ്പോഴും ഞാൻ മാധ്യമവാരികയിൽ ഒരു മാസത്തിലൊരിക്കൽ ഒരു കവിയെ അവതരിപ്പിക്കുന്ന ഒരു പങ്ക്തി ചെയ്യുന്നുണ്ട്. അത് ജീവിതം മുഴുവൻ ഞാൻ അങ്ങനെ തുടർന്ന് പോകുന്ന. അപ്പോൾ പല കാര്യങ്ങളുടെയും തുടക്കം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഗ്രാമജീവിതം, പിന്നെയുള്ള സ്കൂൾ ജീവിതം, പിന്നെയുള്ള കോളേജിലെ ജീവിതം. ആ കാലത്ത് തന്നെയാണ് എൻ്റെ എല്ലാ തരത്തിലുള്ള എഫർട്ടുകൾ ആരംഭിക്കുന്നത്. പക്ഷേ ഈ നിരൂപണം, ഞാനിപ്പോഴും സ്വയം ഒരു നിരൂപകനാണെന്ന് കരുതുന്നില്ല. പക്ഷെ പലപ്പോഴും ഞാൻ കഥകൾക്കും കവിതകൾക്കും അവതാരിക എഴുതിയോ പഠനങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് ഈ ആധുനികതയുടെ കാലത്താണ്. കാരണം ഒരു വലിയ അകലം ഉണ്ടായിരുന്നു ആ കാലത്ത് ഈ പുതിയ എഴുത്തുകാരും വായനക്കാരും തമ്മിൽ. കാരണം വായനക്കാർ ശീലിച്ചു പോന്നിട്ടുള്ള കേശവദേവൻ്റെയും ബഷീറിൻ്റെയും ബഷീറിൻ്റെ ആധുനികം തന്നെയാണ്, കേശവദേവൻ്റെയും തകഴിയുടെയും പോലുള്ള ആ കൃതികളും ഒക്കെ ആയിട്ട് അവരുടെ ഒരു റിയലിസ്റ്റ് രീതികളാണ് എന്നുള്ള പ്രചാരത്തിലിരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വിജയനെ പോലുള്ള ആളുകൾ എഴുതുമ്പോൾ അതിൽ ഈ ഭ്രമാത്മകതയുടെയും ഒരു പുതിയ തരത്തിലുള്ള ഭാവനാ ലോകത്തിൻ്റെ ഒക്കെ ഒരു വികാസം ഉണ്ടാകുന്നു. അപ്പോൾ അതുമായിട്ട് ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ആരെങ്കിലും ചെയ്ത് നോക്കൂ. അന്ന് നിരൂപകരെ അധികവും പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആധുനികതയെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എം ലീലാവതി മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ടായിരുന്നത്. ഇതൊരു പുതിയ തരം എഴുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കത് മനസ്സിലായി. അതിൽ എന്തോ ഒരു ടേൺ, ഒരു പരിവർത്തനം സംഭവിക്കുകയാണ് സാഹിത്യത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് അവർ മാത്രമല്ല, ബാക്കി എല്ലാ കുട്ടനാരൊക്കെ ഉൾപ്പെടെയുള്ള ആ കാലത്തെ മിക്കവാറും എല്ലാ നിരൂപകരും ഒന്നും മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ശകാരിക്കും, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഒട്ടും നിരൂപകനൊന്നും അല്ലാത്ത എനിക്ക് പോലും ഒരു നിരൂപകൻ്റെ ഒരു വേഷം ഇടേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ കുറേ കവിതാ പഠനങ്ങളാണ് ആദ്യം എഴുതി. ആധുനിക കവിതയുടെ കുരുക്ഷേത്രം എന്നുള്ള പേരിലൊരു പുസ്തകമായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകം ഈ കവിതയുടെ പുസ്തകമല്ല, ഇങ്ങനെയുള്ള പഠനങ്ങളുടെ പുസ്തകമാണ്.
അതിൽ അയ്യപ്പപ്പണിക്കരുടെ കുരുക്ഷേത്രത്തെ പറ്റിയും മൃത്യുപൂജയെ പറ്റിയും ഒക്കെയുള്ള പഠനങ്ങളുണ്ട്. മാധവൻ അയ്യപ്പത്തിൻ്റെ 3 മണിയറ കവിതകൾ എന്ന് ഞാൻ വിളിക്കുന്ന 3 കവിതകളുടെ ഉണ്ട്. ചെറിയാൻ കെ ചെറിയാൻ്റെ കവിതകളെക്കുറിച്ച് പഠനമുണ്ട്. സൂതകുമാരിയുടെ കാളിയമർദ്ദനത്തെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട്. അവർ ആധുനികയാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കൃത്യമായ ഉത്തരം എനിക്കില്ല. പക്ഷേ ആദ്യത്തെ മലയാളത്തിലെ ഒരു ആധുനിക കവിതയുടെ സമാഹാരമായിട്ട് വന്നത് പുതുമുദ്രകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. എഡിറ്ററൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെ എഡിറ്റേഴ്സ് വാസ്തവത്തിൽ ആർ രാമേന്ദ്രനും വിഷ്ണുനാരായണൻ നമ്പൂതിരിയായിരുന്നു. അപ്പോൾ അതിൽ സുഗതകുമാരി ഉണ്ട്, ആർ രാമേന്ദ്രനുണ്ട്, അങ്ങനെ കുറച്ചൊരു അഞ്ചാറ് ചെറിയാനുണ്ട്. അങ്ങനെ കുറച്ച് കവികളുടെ ഒരു ചെറിയ സമാഹാരമായിരുന്നു പൂർണ്ണ ബുക്സിൽ നിന്ന് ഇറങ്ങിയ പുതുമുദ്രകൾ. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ സുഗതകുമാരിയും ഈ പുതിയ കവിതയിലേക്ക് ക്രമേണ വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ സുഗതകുമാരി കാളിയമർദ്ദനം എന്നുള്ള കവിതയെ പറ്റിയുള്ള പഠനം അതിലുണ്ട്. പിന്നെ പൊതുവെ ആധുനിക കവിത എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും ശ്രമിക്കുന്ന ഒരു ലേഖനവും അതിലുണ്ട്. ഇതെല്ലാം ചേർന്നാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം കുരുക്ഷേത്രം എന്നുള്ളത്. അത് ജ്വാല എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷനാണ് അത് ഇറക്കുന്നത്. തൃശ്ശൂർ ഉണ്ടായിരുന്നൊരു കൂട്ടായ്മയാണ്. ഞാൻ സമീപകാലത്ത് അതിനെ പറ്റി കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്ന് PK റഹീം എന്ന് പറഞ്ഞ എൻ്റെ വളരെ ആത്മസുഹൃത്തായിരുന്ന, മരിക്കുന്നവരെ സുഹൃത്തായിരുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറേ പേര്, അതിൻ്റെ ഉപദേശകരിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. പല പ്രത്യയ ശാസ്ത്രങ്ങൾ, പല വിശ്വാസങ്ങളൊക്കെ ഉള്ള M. ഗോവിന്ദനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു അയഞ്ഞ കൂട്ടായ്മ എന്ന് പറയാം, പലതരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ. N. ദാമോദരൻ എന്ന് പറഞ്ഞൊരു MN റോയുടെ ആളുകളായിരുന്ന ആളുണ്ട്. അങ്ങനെയുള്ള പല ആളുകളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വളരെ പ്രൊഡക്റ്റീവായ ഒരു കൂട്ടായ്മയായിരുന്നു. കാരണം അതിൽ വെച്ചിട്ടുള്ള ഒരുപാട് പുതിയ വിചാരങ്ങളുമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു, പുതിയ രീതി. അതുപോലെ ഗോവിന്ദൻ ആ കാലത്ത് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് പ്രത്യേകിച്ചും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ അനുഭവങ്ങളെ പറ്റി അദ്ദേഹം പറയും, വായിക്കേണ്ട പുതിയ പുസ്തകങ്ങളെ പറ്റി പറയും. അങ്ങനെ ഒരു വളരെ പറഞ്ഞ പോലെ ഒരു ഉർവരമായ ഒരു കൂട്ടായ്മ എന്നതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആ ജ്വാലക്കാലം എന്നാണ് ഞാൻ അതിനെ പൊതുവെ പറയുക. കാരണം അന്ന് റഹീം തന്നെ ജ്വാല എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം നടത്തിയിരുന്നു. പിന്നീട് അതിൻ്റെ രൂപമൊക്കെ മാറ്റിക്കൊണ്ട് അത് നിന്നുപോയി. അത് സ്വാഭാവികം, ഇതൊക്കെ നിന്നുപോകുന്ന സാമ്പത്തികമായ പിന്തുണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു ആശയം ഉന്നയിച്ചു, നമുക്ക് ജ്വാല വേറൊരു രീതിയിൽ രണ്ടാമത് ആരംഭിച്ചാലോ. അങ്ങനെയാണ് ജ്വാല എന്നുള്ള ഒരു 12 ലക്കമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ചെറിയ മാസിക ഞാൻ തുടങ്ങുന്നത്. ഓരോ ലക്കത്തിൻ്റെയും ആകൃതി ഓരോന്നാണ്. ഓരോ ലക്കത്തിനും ചിത്രം വരച്ചിരുന്നത് ഓരോ ചിത്രകാരന്മാരാണ്. ആ കാലത്തെ ദാമോദരൻ, CN കരുണാകരൻ, ഇങ്ങനെയുള്ള പല ചിത്രകാരന്മാരുടെ ആകൃതി വരയ്ക്കുക മാത്രമല്ല അതിൽ ഓരോന്നിൻ്റെയും സൈസ് ഡിസൈൻ ചെയ്യുന്നത് ഇവരൊക്കെ പല ചിത്രകാരന്മാരൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ജ്വാല ഒരർത്ഥത്തിൽ ഒരു അവാങ്കാർഡ് എന്ന് പറയാവുന്ന ഒരു മാസികയായിട്ട് വരുന്നത്. അതിൽ ഈ NS മാധവൻ്റെയൊക്കെ ആദ്യത്തെ കഥകൾ വരുന്നത് അതിലാണ്. ആൻറ്റിഗണി എന്ന് പറഞ്ഞൊരു കഥ അതിൽ വരുന്നുണ്ട്. പിന്നീട് ചില വലിയ എഴുത്തുകാരായി തീർന്ന പല ആളുകളും അതിൽ എഴുതുന്നുണ്ട്. നിർമ്മലകുമാർ വരുന്നുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസത്തെ പറ്റി മിക്കവാറും ഒരുപാട് പ്രത്യേക പതിപ്പുകളുണ്ട്. ആകെ 12 ഉള്ളൂ. അത് ആദ്യമേ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. 12 ഉള്ളൂ. കാരണം ഏത് മാസികയും വളരെ കാലം നടന്ന ചീത്തയാവുന്ന ഒരു പാഠം അതിനകം ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അവന് ഇത് 12 ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതുപോലെ ഒരു വിദ്യാഭ്യാസ പതിപ്പുണ്ടായിരുന്നു. അവസാനത്തെ പതിപ്പ് മരണപ്പതിപ്പായിരുന്നു. അത് വെച്ചാൽ മരണം വിഷയം കൂടിയായിരുന്നു. അതിൻ്റെ മരണത്തെ പറ്റിയുള്ളൊരു ഇറ്റാലിയൻ ജാപ്പനീസ് കവിതയൊക്കെ ആയിട്ടാണ് അത് തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു 12 ലക്കങ്ങൾ അത് ഇറക്കി. അതും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നും ആ ലക്കങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പഴയ ആളുകളുണ്ട്. ആ സമയം കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ 70കളിൽ നിന്ന്, ഞാൻ ഇതിനൊക്കെ സംശയത്തോടെയാണ് ഇപ്പോൾ നോക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷേ പറയാനൊരു ഭാഷ വേണ്ടല്ലോ. അതുകൊണ്ട് 70കൾ എന്ന് പറയുന്നൊരു കാലം വരുന്നു. അപ്പോഴേക്കും നക്സൽബാരിയുടെയൊക്കെ ഒരുതരം മുഴക്കങ്ങൾ ക്രമേണ ഇന്ത്യയിൽ മുഴുവൻ എത്തുന്നു. കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ടെത്തുന്നു. അങ്ങനെ ഒരു പ്രസ്ഥാനവും ഒരു പാർട്ടിയും ഒക്കെ ഉണ്ടായി വരുന്നു. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മനസ്സിലാവും, കേരളത്തിൻ്റെ സാഹചര്യം നക്സൽബാരിയുടെ സാഹചര്യമേ ആയിരുന്നില്ല. കാരണം അവിടെ കർഷക തൊഴിലാളികൾ ശരിക്കും അടിമകളായിരുന്ന അവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉണ്ടാകുന്നത്. ആ തരത്തിലുള്ളൊരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നില്ല.
എങ്കിലും അതിൻ്റെ ഒരു അനുകരണമായിരുന്നു. ഒപ്പം തന്നെ മാവോ ചിന്തകളുടെയൊക്കെ സ്വാധീനമൊക്കെ ഉള്ളൊരു പ്രസ്ഥാനമായിരുന്നു അത്. ആ പാർട്ടിയിൽ ഞാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ ആളുകളെ കൊല്ലുന്ന അനഹിലേഷൻ എന്നൊക്കെ പറയുന്ന നയത്തിന് എനിക്ക് ഒരു തരത്തിൽ അനുകൂലിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നില്ല. പക്ഷെ പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ഉണ്ടാക്കിയ ഒരു സാംസ്കാരികമായ ഇമ്പാക്റ്റ് വളരെ പ്രധാനമായിരുന്നു. കാരണം കവിതയിലൊരു പുതിയ ശബ്ദങ്ങൾ വന്നു. ഇപ്പോൾ കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകളൊക്കെ എഴുതപ്പെടുന്നു, പ്രസക്തി പോലുള്ള മാസികകൾ വരുന്നു. അപ്പോൾ അത് ഒരു തിരിവുണ്ടാക്കി അന്ന്. കാരണം ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, ജീവൽ സാഹിത്യ പ്രസ്ഥാനവും പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്ന പോലത്തെ ഒരു കാലമായിരുന്നു അത്. ആ കാലത്ത് അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കാൽപ്പനിക രീതിയിൽ വിപ്ലവ കവിതകൾ എഴുതിക്കൊണ്ടല്ല എഴുതേണ്ടത്, അതിൻ്റെ ഒരു ശൈലി വേണം, അതിൻ്റെ ഒരു ഭാഷ വേണം എന്നൊക്കെയുള്ള ഒരു ആലോചന ആ കാലത്ത് ഒരുപാട് കവികളിലുണ്ടായി. കവിതയിലാണ് ഈ പല പ്രസ്ഥാനങ്ങളും ആരംഭിക്കുന്ന കവിതയിലാണ്. അതുകൊണ്ട് ആ കവിതയിലുണ്ടായി. അതിൻ്റെ കൂടെ കഥ വന്നു. അത് നമുക്കറിയാം, എം സുകുമാരൻ വന്നു, പട്ടത്തുള്ള കരുണാകരൻ വന്നു, പി കെ നാണു വന്നു. ഇങ്ങനെയുള്ള പുതിയ കഥാകൃത്തുക്കൾ ഉണ്ടായി. ഒരുപാട് കവികളും ആ കാലത്തുണ്ടായിരുന്നു. എൻ്റെ കവിതയും മാറാൻ തുടങ്ങുന്നത് ആ കാലത്താണ്. ഇപ്പം ഞങ്ങൾ എന്നുള്ളൊരു കവിത പ്രസക്തിയിൽ ആദ്യ ലക്കത്തിൽ വരുന്നു, പിന്നെ സത്യവാങ്മൂലം വരുന്നു, പനി വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ ആ കാലത്ത് എഴുതപ്പെട്ടതാണ്. പിന്നെ കെ ജി എസിൻ്റെയും ബംഗാൾ, അയോധ്യ, നിശബ്ദത, ഇങ്ങനെയുള്ള ഒരുപാട് കവിതകളും ആ കാലത്ത് എഴുതപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ വിസ്മരിക്കപ്പെട്ട ചില കവികളുണ്ട്, പിന്നെ ഓർമ്മിക്കപ്പെട്ട കവികളുണ്ട്. സിവിക് ചന്ദ്രൻ കവിത എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പുതിയ ആളുകൾ ആ കാലത്ത്. സി പി വത്സൻ ഇതിനോട് അനുഭാവം പുലർത്തിയിരുന്ന, എന്നാൽ ക്രിട്ടിക്കലായിരുന്ന, ഒരു അകലവും പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ ഒരുപാട് പുതിയ കവികൾ വന്നു, എഴുത്തുകാർ വന്നു. എഴുത്തിന് വീണ്ടും ഒരു സോഷ്യൽ ഡയമെൻഷൻ, ഒരു സാമൂഹ്യമായൊരു മാനം എഴുത്തിന് രണ്ടാമത് കൈവന്നു. ആധുനിക കാലത്ത് കുറേയൊക്കെ ഉൾവലിഞ്ഞിരുന്ന സാഹിത്യം ഒന്നും കൂടി വീണ്ടും പുറത്തേക്ക് നോക്കാൻ തുടങ്ങി, ഒരു പുതിയ രീതിയിൽ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോൾ അത് ആ ഒരു തരത്തിലാണ് ഒരു പക്ഷേ ആ കാലം ഓർമ്മിക്കപ്പെടുക. സാംസ്കാരിക വേദി അത് നടത്തിയ, കേരളം മുഴുവൻ നടത്തിയ കവിയരങ്ങുകൾ, കോളനികളിലും റോഡുകളിലും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള കവിയരങ്ങുകൾ, പുതിയ തരത്തിലുള്ള എഴുത്തിൻ്റെ ശൈലികൾ, ലോകത്തെ നോക്കിക്കാണുന്ന പുതിയ രീതികൾ, അതൊക്കെ കൊണ്ടുവന്ന ഒരു കാലം എന്നുള്ള നിലയ്ക്കാണ് 70കളിൽ നിന്നുള്ള പൊതുസംജ്ഞയിൽ സംജ്ഞയിലൂടെ നാം വ്യവഹരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു കാലത്തെയാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഞാൻ അവിടുന്ന് മാറിയെന്ന് പറഞ്ഞുകൂടാ. കാരണം ഞാൻ അതിൽ മാത്രമായിട്ട് നിന്നില്ല. ഇപ്പോഴും എൻ്റെ കവിതയിൽ ആ തരത്തിലുള്ള എന്തോ ഒരു തീപ്പൊരിയുണ്ട്. അവിടെ വലിയ ക്രൂരതകൾ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ പ്രതികരിക്കുന്ന, എന്തോ വളരെ സ്വാഭാവികം എന്നുള്ള പോലെ പ്രതികരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് നാവുമരം പോലത്തെ കവിതകൾ, സമീപകാലത്ത് ഈ 2014 തൊട്ട് മുമ്പും പിന്നീടും അതിന് മുമ്പ് എഴുതിയ മഹാഭാരതം എന്നുള്ള കവിത തൊട്ട് പിന്നീട് എഴുതിയ കവിതകൾ വരെ. അപ്പോൾ സമൂഹത്തെയും കൂടി ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. അത് മാത്രമായിരുന്നില്ല ഞാൻ നിരീക്ഷിച്ചത്. ഞാൻ പ്രകൃതിയെ നിരീക്ഷിച്ചിരുന്നു, എന്നെ നിരീക്ഷിച്ചിരുന്നു, ലോകത്തെ നിരീക്ഷിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ സമൂഹത്തിൻ്റെ നിരീക്ഷണം കൂടി എൻ്റെ കവിതയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അതിനു വേണ്ടി എന്ന പോലെ ഭാഷയിലുള്ള പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഈ ഒരു വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു കവിയുടെ അവസ്ഥയിൽ എത്തിയത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരുപക്ഷെ ഞാൻ പലപ്പോഴും തോന്നാറുണ്ട്, എല്ലാ കവികളിലും അല്ല എല്ലാ മനുഷ്യരിലും അനേകം ജ്ഞാനികളുണ്ടെന്ന്. അത് ഫൂക്കോക്കെ തിയറൈസ് ചെയ്തിട്ടുണ്ട്. ഫൂക്കോ ലക്കനൊക്കെ അത് സിദ്ധാന്തവൽക്കരിച്ചിട്ടുണ്ട്. കാരണം ഓരോ നിമിഷവും ഓരോ മനുഷ്യനും മരിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതിലെന്തോ ഒരു ശരിയുണ്ട്. അത് ആദ്യം പറഞ്ഞത് ബുദ്ധനാണ് ഇതിനെ പറ്റിയിട്ട്. ഈ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന, നമ്മളങ്ങനെ അനുസ്യൂതരായിട്ടുള്ള ആളുകളല്ല. നമ്മളിൽ നിരന്തരമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമ്മൾ ചില ചിന്തകൾ മരിക്കുകയും പുതിയ ചിന്തകൾ ഉണ്ടാവുകയും, സെല്ലുകൾ മരിക്കുന്ന പോലെ നമ്മൾ മരിക്കുകയും ജനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജീവിതകാലം മുഴുവൻ എന്നുള്ളത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ശരിയായ അനുഭവമാണ്. അപ്പോൾ വേണമെങ്കിൽ അതിനൊരു ഇൻകൺസിസ്റ്റൻസി എന്ന് വിളിക്കാവുന്നതാണ്. ഞാനൊരു പ്രണയകവിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റില്ല. പ്രണയ കവിതകളുടെ ഒരു സമാഹാരം തന്നെ എൻ്റേതായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഒരു രാഷ്ട്രീയ കവിയാണോ എന്ന് ചോദിച്ചാൽ അതും അല്ലാന്ന് നിഷേധിക്കാൻ പറ്റില്ല. പ്രകൃതിയുടെ കവിയാണോ, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കഥേൻ്റെ കഴിഞ്ഞൊരു 1-2 വർഷത്തെ കവിതയിൽ അത് വളരെ ഡീപ്പായിട്ട് അത് വരുന്നുണ്ട്. അതുപോലെ ഒരു മൃത്യുബോധം പ്രായമാകും തോറും വളരെ ചെറുപ്പത്തിലുണ്ടായതാണ്. ആസന്ന മരണ ചിന്തകളൊക്കെ വളരെ ചെറുപ്പത്തിൽ എഴുതിയതാണ്. അല്ലാതെ ഇപ്പോൾ കുറേ കൂടി റിയൽ ആയിട്ടുള്ളൊരു അനുഭവമായിട്ട്
മാറുന്നുണ്ട്. മരിക്കുന്നതിനെ പറ്റി പേടിയല്ല, ഈ മരണം എന്നുള്ള ഈ അത്ഭുതകരമായ ഒരു ഫിനോമിനൽ, ഒരു പ്രതിഭാസം, അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, അത് അടുത്ത് വരുന്നു എന്നുള്ള തോന്നൽ, സമയം കുറച്ചേ ഉള്ളൂ എന്നുള്ള തോന്നൽ, ഇതൊക്കെ സമീപകാലത്തെ എൻ്റെ കവിതകളിൽ വളരെ വീണ്ടും വീണ്ടും കടന്നു വരുന്ന ഒരു പ്രമേയമാണ്. ഒരു ആവർത്തിച്ച് തന്നെ വരുന്നൊരു പ്രമേയമാണെന്ന് പറയാം. അതുപോലെ ഈ പ്രകൃതിയായിട്ടുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ കാലത്ത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ജൈവ ഐക്യം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യം, അതിനെക്കുറിച്ച് ഒരു ഭാഗത്ത് ഞാൻ അതിനെക്കുറിച്ചുള്ള ഈ ഫിലോസഫി വായിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൂണോ ലാത്തൂർ, ചോംസ്കി തൊട്ട് ഇങ്ങോട്ട് ഉള്ള ഒരുപാട് പേരുകൾ അതിനെപ്പറ്റി പറയുന്നത്, അമിതാഭ് ഘോഷ് വരെയുള്ള ആളുകൾ. അമിതാഭ് ഘോഷിൻ്റെയൊക്കെ സമീപകാലത്ത് ആ കഥ തന്നെയുണ്ട്, സീക്രട്ട് മൗണ്ടൻ എന്നുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ വിഷയം ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു പ്രകൃതിയും നമ്മൾ ആദിവാസികളുടെ ചില സമീപനങ്ങളിലേക്ക് മടങ്ങണമെന്ന് ചോംസ്കിയാണത് പറയുന്നത്. ആദിവാസികൾ എങ്ങനെ പ്രകൃതിയെ വേറെ ആയിട്ട് കണ്ടിരുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വയം കണ്ടിരുന്നതും ഇപ്പോഴും കാണുന്നതും. അങ്ങനെ കാണാൻ നമുക്ക് പറ്റണം. ആ തരത്തിലുള്ള തരം കാഴ്ചപ്പാട്, പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ ഒരു ജൈവ ഐക്യമാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പുറത്ത് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടേണ്ട എന്തോ അല്ല. നമ്മുടെ ദുരാഗ്രഹങ്ങളും അത്യാസക്തികളും ഒക്കെ പൂരിപ്പിക്കാനുള്ള ഒരു ഒരു സാധനമല്ല പ്രകൃതി എന്ന് പറയുന്നത്. കാരണം നമുക്ക് മുമ്പും എൻ്റെ ചില കവിതയിൽ അത് വരുന്നുണ്ട്, ചരിത്രം എന്നൊക്കെയുള്ള സമീപകാലത്തെ കവിതയിൽ. കാരണം നമുക്ക് നമ്മളുടെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചത് വാസ്തവത്തിൽ ഇവിടുത്തെ വൃക്ഷങ്ങളും മൃഗങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുകയും നമ്മളാണ് ഏറ്റവും വലിയ ജീവികളെന്ന് സ്വയം പറയുകയും ചെയ്തു. പക്ഷെ അത് ശരിയല്ല എന്നുള്ള തോന്നൽ കൂടുതൽ ഉണ്ടായി വരുന്നുണ്ട്. എനിക്ക് ഒരു മാവിനേക്കാളോ പ്ലാവിനേക്കാളോ അല്ലെങ്കിൽ ഒരു പശുവിനേക്കാളോ നായേക്കാളോ വല്ല കേമമായ ഒന്നുമില്ല. ഓരോ ജീവിയും യുണീക്കാണ്, അനന്യമാണ് ഓരോ ജീവിയും. നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ മാത്രമാണ് വളരെ യുണീക്കാണ്, നമ്മൾ വളരെ ബുദ്ധിയുള്ളവരാണ്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള അത് തെറ്റാണെന്ന് പറയല്ല. പക്ഷെ വാസ്തവത്തിൽ ഓരോ ജീവിക്കുണ്ട് അതിൻ്റെ രൂപത്തിൽ, അതിന് ചിന്തയുണ്ടെങ്കിൽ അതിൻ്റെ ചിന്തയിൽ, അതിൻ്റെ വാസനകളിൽ ഓരോ ജീവിക്കും അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു അനന്യത ഉണ്ട്, യുണീക്ക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു അനന്യത മനുഷ്യനുമുണ്ട്, മറ്റു പല ജീവികൾക്കും ഉള്ളതുപോലെ എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ കാടുവെട്ടലും മലയിടിക്കലും വികസനത്തിൻ്റെ പേരിലുള്ള പ്രകൃതിയെ, വികസനം വേണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ പ്രകൃതിയുമായിട്ടുള്ള ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് മാത്രമേ, പരിസ്ഥിതിയെ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു വികസനത്തെക്കുറിച്ചുള്ള ആശയം ഉണ്ടാക്കാനുള്ള അവകാശമുള്ളൂ. ആ തരത്തിൽ ഉള്ളൊരു വികസന സങ്കല്പം, ബദൽ വികസന സങ്കല്പം മനുഷ്യരാശി മുഴുവൻ, ഒരു കേരളത്തിൻ്റെ മാത്രമൊന്നും കാര്യമില്ല, അത് മനുഷ്യരാശി മുഴുവൻ തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട്. ഈ നമ്മുടെ അത്യാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പ്രാകൃത വസ്തു മാത്രമല്ല പ്രകൃതി. അത് നമ്മുടെ കൂടെ ജീവിക്കുകയും വളരുകയും ചെയ്ത, നമ്മുടെ ജനനത്തിന് സാക്ഷ്യം വഹിച്ച, ഒരുപക്ഷെ നമ്മുടെ മരണത്തിന്, ഒരു വംശം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു വലിയ ശക്തിയാണ്. ആ ഒരു കാഴ്ചപ്പാട് എൻ്റെ സമീപകാല കവിതകളിൽ വളരെ കൂടുതൽ ശക്തമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കഥ.